കഴിഞ്ഞ സാമ്പത്തിക വർഷം ബി.ജെ.പിയുടെ വാർഷിക വരുമാനത്തിൽ 83% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 4340.5 കോടി രൂപയാണ് പ്രധാനമായും ബി.ജെ.പിയുടെ വാർഷിക വരുമാനം എന്നത്. 2022-23 സാമ്പത്തിക വർഷം 2360.8 കോടി രൂപയായിരുന്നു ആകെ വരുമാനം എന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇലക്ട്രൽ ബോണ്ടിലൂടെ 1686.5 കോടി രൂപ പാർട്ടിക്ക് ലഭിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആകെ വരുമാനത്തിന്റെ 43%മാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി.ജെ.പിക്ക് പ്രധാനമായും ലഭിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം വാർഷിക വരുമാനത്തിലും മറ്റു പാർട്ടികളെക്കാൾ ഏറെ മുന്നിലാണ് ബി.ജെ.പി നിലനിൽക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷം ഇലക്ട്രൽ ബോണ്ടിലൂടെ പാർട്ടിക്ക് ലഭിച്ചത് ഏതാണ്ട് 1294.14 കോടി രൂപയായിരുന്നു. ആ വർഷത്തെ ആകെ വരുമാനത്തിൽ 61% ഇത് പ്രധാനമായും. 1890 കോടി രൂപയാണ് വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പാർട്ടിക്ക് സംഭാവനയായി കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രധാനമായും ലഭിച്ചത്. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനത്തിൽ 170% വർധനമാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത്. 1225 കോടി രൂപയാണ് 2023-24 സാമ്പത്തിക വർഷം കോൺഗ്രസിന്റെ വരുമാനം എന്നത്. ഇതിൽ 824.4 കോടി രൂപ ലഭിച്ചത് ഇലക്ട്രൽ ബോണ്ടിലൂടെയായിരുന്നു. 2022-23 കോൺഗ്രസിന്റെ വാർഷിക വരുമാനം 452.4 കോടി രൂപയായിരുന്നു. 171 കോടി രൂപയാണ് ഈ കാലയളവിൽ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ പ്രധാനമായും ലഭിച്ചത്. ബി.ജെ.പി കഴിഞ്ഞാൽ 2023-24 സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വരുമാനം ഇലക്ട്രൽ ബോണ്ട് വഴി പണവും ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണെന്ന പ്രത്യേകതയുമുണ്ട്. വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് 170 കോടി രൂപ കോൺഗ്രസിന് സംഭാവനയായി ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15 വരെയാണ് പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിച്ചിരുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി 2024 ഫെബ്രുവരി 15 ഇത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ബി.ജെ.പിയുടെ ആകെ ചെലവ് 2211.7 കോടി രൂപയാണ്. ഇതിൽ 1754 കോടി രൂപ തിരഞ്ഞെടുപ്പിനും പ്രചരണത്തിനുമായി ചെലവഴിച്ചതായാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. 191 കോടി രൂപ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നൽകാനും 196.8 കോടി രൂപ യാത്രയ്ക്കായി ഉപയോഗിച്ചുവെന്നും ഓഡിറ്റിംഗിൽ നിന്നും വ്യക്തമാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ ചെലവിൽ ഗണ്യമായ വർധനവ് തെളിയിക്കുന്നുണ്ട്. 1025.2 കോടി രൂപയാണ് പാർട്ടിയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ ചെലവെന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 120% വർധനമാണ് ഉണ്ടായത്. 49.6 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കായി കോൺഗ്രസ് പ്രധാനമായും ചെലവഴിച്ചത്.